ഇത് നമ്മുടെ ചട്ടങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തികച്ചും ചട്ടലംഘനമായിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും ദൈവത്തിന്റെ പേരിൽ ഈ പറയുന്ന പോലെ തന്നെ ദൈവവിശ്വാസത്തിന്റെ പേരിലും ദൃഢപ്രതിജ്ഞ എടുക്കാമെന്നുള്ള നമ്മുടെ ചട്ടം നിലനിൽക്കുമ്പോൾ അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് മുനിസിപ്പാലിറ്റിയുടെ നിയമത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തി ആർട്ടിക്കിളിന്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും നേരത്തെ വന്നിട്ടുള്ള ഒരുപാട് കേസിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ചട്ടലംഘനം നടത്തിയാൽ അത് യാതൊരു കാരണവശാലും ഈ പറയുന്നത് പോലെ തന്നെ ഒരു സത്യപ്രതിജ്ഞ ആയി കണക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഈ എല്ലാ അർത്ഥത്തിലും ഈ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഞാനിത് ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ആ കൌൺസിൽ യോഗത്തിനകത്ത് പറഞ്ഞതാണ്. ഇതൊരു ചട്ടലംഘനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ടാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നതെന്നും അത് അവരുടെ മറുപടി എന്ന് പറയുന്നത് നമുക്കറിയാലോ, കളക്ടർ എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയാണ് ഈ പറയുന്ന കളക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് ഞാനിതിനകത്ത് ഇടപെടുന്നില്ലെന്നും പകരം നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതിനെ തട്ടി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്.